ഇവമോക്ക് കുഞ്ഞ് 2 പല്ല് വന്നിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു കേട്ടോ. ആൾ മുട്ടുത്തി നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്തതാണേ. പക്ഷേ മുട്ടുത്തി നടക്കുന്ന ലക്ഷണമൊന്നുമില്ല. ഇനി ചിലപ്പോൾ നേരെ എണീറ്റ് നടക്കലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇന്നെന്തായാലും ഞങ്ങൾ പല്ലടച്ചിടാം എന്നുള്ളൊരു പ്ലാനിലെത്തിയിട്ട് ഫൈനൽ ഡിസിഷനിലെത്തി. അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ്. പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അട ഉണ്ടാക്കാനുള്ള ഓരോ പരിപാടിയിലാണ് കേട്ടോ ഞാൻ. അട ഇവിടെ വലിയ ഇഷ്ടമൊന്നുമില്ല ആർക്കും. അതുകൊണ്ട് തന്നെ 4-5 അടയെ വെക്കുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ മാത്രം ആയതുകൊണ്ടും അത്രേ ആവശ്യമുള്ളൂ. അപ്പം അടേൻ്റെ പരിപാടിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പല്ലട വെക്കുന്നതിൻ്റെ ഓരോ പരിപാടിയിലും ഒക്കെയാണ് കേട്ടോ ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് ഇവമോളെ ഒരുക്കി. ഇവമോളെ നല്ല പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് സുന്ദരിയായി. ആൾ എന്തോ ഒരു കൺഫ്യൂഷനിലാണ്, എന്താ അവിടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ആളെ ചില്ല ചെയ്യാൻ വേണ്ടി ഒന്ന് ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അന്നേരം നോക്കുന്നുണ്ട് എന്തെടുക്കണം എന്നുള്ള ആദ്യം പ്ലാൻ ചെയ്യാൻ തോന്നുന്നുണ്ട് അവൾ. അങ്ങനെ ഞാൻ അവളെ അവിടെ ഇരുത്തി. അവൾ മൊച്ചിളെടുക്കും എന്നുള്ള ഞങ്ങൾക്ക് മൈൻഡിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പറയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവൾ മൊച്ചിളാണ് എടുത്തത്. അങ്ങനെ അത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അതൊന്ന് ഭയങ്കര സന്തോഷം കേട്ടോ എടുത്തപ്പോൾ. അപ്പോൾ പിന്നെ ആ മൊച്ചിളെടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം മൊച്ചിളെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ പിന്നെ അടുത്ത കത്തി കേട്ടോ എടുത്ത്. കത്തി ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടല്ലേ എടുക്കുമെന്ന്. അപ്പോൾ റിച്ചുവിന് നേരെ നീട്ടിയപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ആരെ കുത്തണം എന്ന് കറക്റ്റ് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സൈഡിൽ നിന്ന്. അപ്പം അവളാണെങ്കിൽ ഒറ്റ സൈഡത്തെ മാത്രം കേട്ടോ നോക്കി നിൽക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലുള്ളത് അവൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതാ അവിടെ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരമാണ് അവൾ ഇപ്പുറത്തെ സൈഡത്തെ സാധനങ്ങൾ കാണുന്നത്. പിന്നെ എനിക്ക് തോന്നി ഇനി കണ്ണാടി ആയിരിക്കും ചിലപ്പോൾ, പെൺകുട്ടിയാണല്ലോ അപ്പോൾ കണ്ണാടി എടുക്കുക എന്നുള്ളത്. പക്ഷെ അവൾ എടുത്തത് പെന്നായിരുന്നു കേട്ടോ. പെന്ന് വായിലിടാനുള്ള സന്തോഷമാണ് ആളെ മുഖത്തുള്ളത്. അങ്ങനെ 3 സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള കലാശക്കൊട്ടാണ് ആളെ വക. ഈ പല്ലടയൊക്കെ വെക്കുന്നത് അധികം കണ്ടുവരുന്നത് മലബാർ സൈഡിലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഐതിഹ്യം എന്താ വെച്ചാൽ നമ്മളിപ്പം കുട്ടിയെടുക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് എന്താവും അവരെ ഫ്യൂച്ചറിൽ പ്രൊഫഷൻ എന്തായിരിക്കും അങ്ങനെയൊക്കെ മനസ്സിലാക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. ഓരോ കാര്യം എടുക്കുമ്പോൾ അതിന് ഓരോ ഐതിഹ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പല്ലട വെക്കുന്നതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഐതിഹ്യം നോക്കിയിട്ടൊന്നുമില്ല. കാരണം അതിൽ പറഞ്ഞ പോലെ കുട്ടി ഭാവിയിൽ ആയിക്കൊള്ളണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പം ഇത് കുട്ടി എടുക്കുന്ന എന്തേക്കും എന്ന് പറയാനുള്ള കൗതുകവും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇത് വെക്കാനുള്ള റീസൺ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവമോൾ നല്ല പോസിങ് ആട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ. അപ്പോൾ ആൾ അലമ്പൊന്നുമില്ലായിരുന്നു, നല്ല കുട്ടിയായിരുന്നു തന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.